കട്ട്ലേറ്റ് എത്ര ഉണ്ടാക്കിയിട്ടും ശരിയാവാത്തവർ ഇതൊന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ശരിയാവുമെന്ന് മാത്രമല്ല, ടേസ്റ്റിൽ ഒട്ടും കുറവുണ്ടാവില്ല. നല്ല കിഡിലൻ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഒരുപാട് മസാലകൾ ചേർത്ത് നമ്മളത് കൊളാക്കുന്നതിന് പകരം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് സവാള വളരെ ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരെണ്ണം തന്നെ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. ഏകദേശം വഴണ്ട് വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. അപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ മസാലപ്പൊടികൾ നിങ്ങൾ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ തന്നെ ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് പോകും. ഇതിലോട്ട് ഒരു ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. മെയിനായിട്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആണ്. അത് നമ്മൾ ആദ്യം തന്നെ നല്ലോണം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെ നന്നായി വഴറ്റിയെടുത്ത ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലോട്ട് ഇതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കിഴങ്ങ് പുഴുങ്ങിയെടുത്തതൊന്ന് ഉടച്ചു കൊടുക്കാൻ ഒരു പാത്രം വെച്ച് ഉടച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടിക്കോളും. നന്നായി ഉടച്ചെടുത്ത ശേഷം നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലെ ഒരു 2-3 പീസ് ചിക്കൻ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്നും നല്ല സേഫ് പാക്കിങ്ങോട് കൂടി അയച്ചു തന്നിട്ടുള്ള നമ്മുടെ അടിപൊളി പാനാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ ഒരു പാനിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്, നല്ല വെയിറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവങ്ങളൊക്കെ വഴണ്ട് കിട്ടാനും, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാത്ത നല്ല അടിപൊളി മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് വയറിന് കേട് വരും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേടി ഒന്നും വേണ്ട. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റീലിൻ്റെ അടിപൊളി പാനാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ കുറച്ചൊന്ന് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു അവരുടെ കൂടെ ഈ ഒരു പാനിൻ്റെ കൂടെ തന്നെ കിട്ടിയ ലിഡാണ് കേട്ടോ, അത് വെച്ചൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിട്ട് ചൂടൊന്ന് പോയ ശേഷം നമുക്ക് തുറന്ന് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു കട്ട്ലേറ്റ്സ് ആക്കിയിട്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് മുട്ടയിലാണ് ഇത് ഡിപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു കോഴിമുട്ട ഞാനിതാ ഒരു പാത്രത്തിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കട്ട്ലേറ്റ്സ് ഓരോന്നായിട്ട് അതിലിട്ട് 2 സൈഡൊന്ന് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മളെ കൈ ആ മുട്ടയിൽ അങ്ങനെ മുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമുക്കത് ഡയറക്റ്റായിട്ട് നേരെ നമ്മുടെ ഈ ഒരു ബ്രെഡ് പൊടിച്ചതിലോട്ട് ഇട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ റസ്ക് പൊടി യൂസ് ചെയ്താലും അതായിരിക്കും നല്ലത്, കുഴപ്പമൊന്നുമില്ല, ഏതായാലും പ്രശ്നമില്ല. ഇതുപോലെ ഓരോന്നും തയ്യാറാക്കിയെടുത്ത ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞ് വന്നാൽ എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്